നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും കാൽസ്യം ഗുളിക കഴിക്കാമോ എന്നുള്ളതാണ്. കാൽസ്യം നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ധാതുവാണ്. പ്രത്യേകിച്ചും അസ്ഥികൾക്കും പല്ലുകൾക്കും ശക്തി നൽകുന്നത് കാൽസ്യമാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം, മസിലുകളുടെ ചലനം, നാഡികളുടെ പ്രവർത്തനം എന്നിവയ്ക്കും കാൽസ്യം ആവശ്യമാണ്. ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസ്ഥിവേദന, കാലിൽ മസിൽ കയറ്റം, ക്ഷീണം, പല്ല് ദുർബലമാകൽ, നട്ടെല്ല് വേദന, നഖം എളുപ്പം പൊട്ടിപ്പോവുക തുടങ്ങിയവയാണ്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാൽസ്യം കോമ്പിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്നത് കാൽസ്യം വിത്ത് വൈറ്റമിൻ D3 ആണ്. വിറ്റാമിൻ D3 ഉണ്ടെങ്കിൽ കാൽസ്യം ശരീരത്തിൽ നന്നായി ആഗിരണം ചെയ്യും. അതിൻ്റെ ഉപയോഗം അസ്ഥിക്ക് ബലക്കുറവ് സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണയായി ഉപയോഗിക്കുന്നു. പിന്നെ വൈറ്റമിൻ D കുറവുള്ളവർക്കും ഉപയോഗിക്കുന്നു. രണ്ടാമതായി കാൽസ്യം മഗ്നീഷ്യം സിങ്ക് കോമ്പിനേഷൻ. ഇവ മസിലുകൾക്കും നാഡികൾക്കും സഹായിക്കും. ഉപയോഗം മസിൽ കയറ്റം, ക്ഷീണം എന്നിവയ്ക്കാണ് ഈ കോമ്പിനേഷൻ സാധാരണമായി ഉപയോഗിക്കുന്നത്. മൂന്നാമതായി കാൽസ്യം വിറ്റാമിൻ D3 വിറ്റാമിൻ K2 കോമ്പിനേഷൻ. ഇവ അസ്ഥി ആരോഗ്യത്തിന് ഒരു സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. നാലാമതായി കാൽസ്യം പ്ലസ് മൾട്ടിവൈറ്റമിൻ കോമ്പിനേഷൻസ്. പോഷകക്കുറവുള്ളവർക്ക് ആണ് ഇത്തരം കോമ്പിനേഷൻ നൽകുന്നത്. ഇനി കാൽസ്യമുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാൽസ്യം കുറവാണെന്ന് കരുതി എപ്പോഴും ഗുളികകളെ ആശ്രയിക്കേണ്ടതില്ല. ഭക്ഷണത്തിൽ നിന്നും കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പാൽ, തൈര്, പനീർ, ചെറിയ മീൻ, ചീര, മുരിങ്ങയില പോലുള്ള ഇലക്കറികൾ, എള്ള്, ബദാം, നട്ട്സ്, കടല, ബീൻസ്, സോയാബീൻ, പിന്നെ മുട്ട ഇവയൊക്കെയാണ്. കുട്ടികളിൽ കാൽസ്യം കുറവ് എങ്ങനെ അറിയാം? പല്ല് വരാൻ വൈകുക, പല്ല് ദുർബലമാകുക, കാലിൽ മസിൽ കയറ്റുക, വളർച്ച കുറയുക, പെട്ടെന്ന് ക്ഷീണം, നടക്കാൻ വൈകുക, ഉയരം വളർച്ച കുറവ് തോന്നുക. ഇങ്ങനെ കണ്ടാൽ ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തുക. സ്വന്തം ഇഷ്ടപ്രകാരം കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കരുത്. ഇനി മറ്റൊരു കാര്യം നോക്കുന്നത് തൈറോയ്ഡ് ഉള്ളവർക്ക് കാൽസ്യം കഴിക്കാമോ എന്നുള്ളതാണ്. തൈറോയ്ഡ് ഉള്ളവർക്കും കാൽസ്യം കഴിക്കാം. പക്ഷേ ഒരേ സമയം കാൽസ്യത്തിൻ്റെ ഗുളികയും തൈറോയിഡിൻ്റെ ഗുളികയും ഒന്നിച്ച് കഴിക്കരുത്. കാരണം കാൽസ്യം തൈറോയ്ഡ് മരുന്നിൻ്റെ ആഗിരണം കുറയ്ക്കും. അതുകൊണ്ട് രാവിലെ തൈറോയ്ഡ് ഗുളിക കഴിച്ചാൽ കാൽസ്യം ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് നൽകി കഴിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാൽസ്യം ശരീരത്തിൽ നന്നായി ആഗിരണം ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ D3 ആവശ്യമാണ്. അതിനാൽ രാവിലെ ഉള്ള സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതും നല്ലതാണ്. ഇനി കാൽസ്യം ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മലബന്ധം, വയറുവേദന, ഛർദി, കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത എന്നിവയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വന്തം ഇഷ്ടപ്രകാരം ദീർഘകാലം കാൽസ്യം കഴിക്കരുത്. കിഡ്നി രോഗമുള്ളവർ, സ്റ്റോൺ ഹിസ്റ്ററി ഉള്ളവർ, മറ്റു മരുന്നുകൾ കഴിക്കുന്നവർ, ഈ കാറ്റഗറിയിലുള്ളവർ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. അവസാനമായി, കാൽസ്യം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ശരിയായ ആളുകൾക്ക് ശരിയായ അളവിൽ ശരിയായ രീതിയിലായിരിക്കണം ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നത്. എപ്പോഴും മികച്ചതാണ്. ഇത്തരത്തിലുള്ള ആരോഗ്യ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.